എല്ലാവർക്കും നമസ്കാരം. 2025 ഫെബ്രുവരി മാസം 8-ാം തീയതി ശനിയാഴ്ച മാഘമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ ജയ ഏകാദശിയാണ്. ഈ ഏകാദശിയെ ഭീഷ്മ ഏകാദശി എന്നും ഭൂമി ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഈ ഏകാദശി നോറ്റാൽ മാനസികമായി ഉണ്ടാകുന്ന എല്ലാ വിഷമതകളിൽ നിന്നും, അതുകൂടാതെ ഭൂതപ്രേത പിശാചുക്കളാൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന യാതൊരു വിഷമങ്ങളും ഉണ്ടാകുകയില്ല എന്നും യാതൊരു വിധത്തിലുള്ള ബാധകളും, അതായത് മനസ്സിൽ വരുന്ന ദുർചിന്തകൾ, അശുഭചിന്തകൾ ഇവ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല എന്നും കരുതപ്പെടുന്നു. വ്രതം എടുക്കുന്നവരും അല്ലാത്തവരും ഏകാദശിയുടെ അന്ന് തുളസിയില നുള്ളുവാൻ പാടുള്ളതല്ല, എണ്ണ തേച്ച് കുളിക്കാനും പാടുള്ളതല്ല, പകൽ ഉറങ്ങുവാനും പാടുള്ളതല്ല. ഒരിക്കൽ ഊണ് ദശമിയുടെ അന്നും ദ്വാദശിയുടെ അന്നും കഴിക്കാവുന്നതാണ്. മറ്റു നേരങ്ങളിൽ പഴങ്ങൾ അല്ലെങ്കിൽ പാല് ഒക്കെ കുറേശ്ശെയായി കഴിക്കാവുന്നതാണ്. വ്രതമെടുക്കുന്നവർ അവരവരുടെ ആരോഗ്യം കണക്കിലെടുത്തു മാത്രമേ വ്രതമെടുക്കാവൂ. അല്ലാത്തവർ വിഷ്ണു ഭജനങ്ങൾ, വിഷ്ണു അഷ്ടോത്തരം, വിഷ്ണു ദ്വാദശനാമങ്ങൾ, മറ്റു വിഷ്ണു മന്ത്രങ്ങൾ, വിഷ്ണു അവതാരമൂർത്തികളുടെ മന്ത്രങ്ങൾ, ശ്രീരാമ അഷ്ടോത്തരം, ശ്രീകൃഷ്ണ അഷ്ടോത്തരം, മറ്റ് വിഷ്ണു നാമങ്ങൾ ഒക്കെ തന്നെയും ജപിച്ചാൽ വ്രതപുണ്യം നേടാനാവുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയാണ് ഒരു ഭക്തന് കൂടുതലായും വേണ്ടത്. ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം. ഏകാദശിയുടെ അവസാനത്തെ 6 മണിക്കൂർ സമയവും ദ്വാദശിയുടെ ആദ്യത്തെ 6 മണിക്കൂർ സമയവും ചേർന്നുള്ള 12 മണിക്കൂറാണ് ഹരിവാസര സമയം. മഹാവിഷ്ണു ചൈതന്യം ഭൂമിയിൽ ഉണ്ടാകുന്ന സമയമാണ് ഹരിവാസര സമയം. ആ സമയത്ത് ഭക്ഷണം ഒഴിവാക്കി നാമജപങ്ങളിൽ മുഴുകണം എന്നുള്ളതാണ്. പോരാത്തതിന് ഇത് ഉത്തരായന കാലവുമാണ്. നമ്മൾ ചെയ്യുന്ന വ്രതത്തിനും മന്ത്രങ്ങൾക്കും ഒക്കെ തന്നെ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്നതുമാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസം 7-ാം തീയതി രാത്രി 9:26 മുതൽ 8-ാം തീയതി രാത്രി 8:15 വരെയാണ്. ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിവസമായ ശനിയാഴ്ച പകൽ 2:36 മുതൽ രാത്രി 2:06 വരെയാണ്. ആ സമയത്തിൽ ഈശ്വര ചിന്തകളിൽ മനസ്സ് നിറയണമെന്നാണ്. പാരണ വീടേണ്ട സമയം 9-ാം തീയതി ഞായറാഴ്ച രാവിലെ 6:42 മുതൽ 10:38 വരെയുള്ള സമയത്താണ്. അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് തീർത്ഥം സേവിച്ച് പാരണ വിടാവുന്നതാണ്. അല്ല, വീട്ടിൽ വെച്ചിട്ടാണ് പാരണ വീടേണ്ടത് എന്നുള്ളവർ രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് തുളസിയില ഇട്ട് ജലമോ അല്ലാതെയുള്ള ജലമോ കഴിച്ച് പാരണ വീടാവുന്നതാണ്. പാരണ വീടേണ്ട സമയം 9-ാം തീയതി 6:42 രാവിലെ മുതൽ 10:38 വരെയാണ്. എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും ഒക്കെ പറ്റാവുന്നത്രയും പ്രാവശ്യം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്നീ മന്ത്രങ്ങൾ എണ്ണം നോക്കാതെ തന്നെ ജപിക്കാവുന്നതാണ്. ഇന്ന് ഞാനിവിടെ പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ശക്തമായ ഒരു മന്ത്രമാണ് ശ്രീഹരി സ്തോത്രം. ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന ഈ സ്തോത്രം പതിവായി ജപിച്ചാൽ ജന്മ വാർദ്ധക്യത്തിലെ ദുരിതങ്ങൾ അവസാനിക്കുന്നതാണ്. ഭക്തൻ വേദനകളും കഷ്ടപ്പാടുകളുമില്ലാത്ത ഹരിയുടെ വാസസ്ഥലത്ത് എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. ഇത് നിത്യവും തന്നെ ജപിക്കാവുന്നതും വിഷ്ണു പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ജപിക്കാവുന്നതുമാണ്. ശ്രീഹരി സ്തോത്രം. ജഗജ്ജാലപാലം കജത്കണ്ഠമാലം ശരചന്ദ്രപാലം മഹാദൈത്യകാലം നഭോനീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംഭോദിവാസം ഗലത്പുഷ്പഹാസം ജഗത്സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രശസ്ത്രം ലസത്പീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠഹാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ധൃതാനേകരൂപം ഭജേഹം ഭജേഹം.
जराजन्महीनं परानन्दपीनं समाधानलीनं सदैवानवीनं जगज्जन्महेतुं सुरानीककेतुं त्रिलोकैकसेतुं भजेऽहं भजेऽहम्। कृताप्नायगानं खगाधीशयानं विमोक्तेर्निदानं हरारादिमानं स्वभक्तानुकूलं जगद्यक्षमूलं निरस्तार्थशूलं भजेऽहं भजेऽहम्। समस्तामरेशं द्विरेफाफकेशं जगद्बिम्बलेशं हृदाकाशदेशं सदा दिव्यदेहं विमुक्ताखिलेहं सुवैकुण्ठगेहं भजेऽहं भजेऽहम्। सुरालीबलिष्ठं त्रिलोकीवरिष्ठं गुरूणां गिरिष्ठं स्वरूपैकनिष्ठं सदा युद्धतीरं महावीरवीरं महाम्भोधितीरं भजेऽहं भजेऽहम्। रमावामभागं तलानग्रनागं कृदाधीनयागं यदारागरागं मुनीन्द्रैः सुगीतं सुरैः सम्भरीतं गुणौघैरधीतं भजेऽहं भजेऽहम्। इदं यस्तु नित्यं समाधाय चित्तं पठेदष्टकं कण्ठहारं मुरारे स विष्णोर्विशोकं ध्रुवं याति लोकं जराजन्मशोकं पुनर्विन्दते नो।